Hi guys, welcome to my channel and I am Varna Mohan. ഞാൻ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഇമേജസ് കാണിച്ചു തരാം, ബിഫോർ ആൻഡ് ആഫ്റ്റർ. 2023 ഞാൻ ഫുഡ് പോയ്സൺ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സിവിയർ ഹെയർ ഡാമേജസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനു മുന്നേ ഞാനൊരു സ്ട്രൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ കെയർ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് ശരീരത്തിന് വരുമ്പോൾ എൻ്റെ ഫുൾ മുടിയും സ്ട്രൈറ്റനിങ് ചെയ്ത ഫുൾ ഭാഗവും പൊരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇവിടത്തേക്ക് വരാൻ എനിക്ക് 1 വർഷമാണ് എടുത്തത്. അധികം വലിച്ചു നീട്ടാണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ നിങ്ങളുടെ അടുത്തൊരു 4 ടിപ്സ് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, ഇറ്റ്സ് അബൌട്ട് ഹെയർ വാഷിങ്. ഞാൻ എൻ്റെ ഈ ഹെയർ കെയർ ജേണിയിൽ വീക്ക്ലി 2 മാത്രമേ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മുടി പൊരിയൽ 1% വരെ നിങ്ങൾക്ക് കുറക്കാൻ പറ്റും. സെക്കൻഡ് വൺ, ആൻഡ് ഇറ്റ്സ് അബൌട്ട് മോയ്സ്ചറൈസിങ് യുവർ ഹെയർ സ്കാൽപ്പ്. എല്ലാവരും പറയും ഓയിൽ ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഡാൻഡ്രഫ് വരും. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ആയിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ കാച്ചിയെടുത്ത ഒരു എണ്ണയാണ് തേക്കാറ്. അത് തേച്ചിട്ട് എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് വൺ, ഞാൻ യൂസ് ചെയ്തത് റോസ്മേരി വാട്ടറാണ്. അത് പിന്നെ ഏതൊക്കെ ബ്രാൻഡിൻ്റെ ബോട്ടിൽ ഞാൻ വാങ്ങിയിട്ട് ചെയ്തതല്ല. ഞാൻ നാച്ചുറൽ ഡ്രൈഡ് ലീവ്സ് വാങ്ങിയിട്ട് തിളപ്പിച്ചിട്ട് വെള്ളമാക്കിയിട്ട് സ്പ്രേ ചെയ്തതാണ്. അത് നമുക്ക് ആക്കിക്കഴിഞ്ഞാൽ 2 വീക്സ് വരെ ആ വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഹെയർ ഗ്രോത്തിന്. തേർഡ് വൺ, ഹെയർ മസാജിങ്. നമ്മൾ കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഒരു 50 മിനിറ്റ്സ് എന്തായാലും മസാജ് ചെയ്യണം. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ആൻഡ് ഫോർത്ത് വൺ, ഹീറ്റ് യൂസേജ് നന്നായിട്ട് കുറക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ എൻ്റെ ഈ 1 ഇയർ ഗ്യാപ്പിൽ 1 or 2 ടൈം മാത്രമേ മുടി അയൺ ചെയ്തിട്ടുള്ളൂ. ഹീറ്റ് യൂസേജ് നിങ്ങളുടെ മുടിനെ നന്നായിട്ട് ബാധിക്കും, ടു ഡാമേജ് യുവർ ഹെയർ. സോ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി. എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് ഒരു കാര്യം ചെയ്യുക. 2 or 3 മാസം കൊണ്ട് നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. ഇതിപ്പോൾ നോർമൽ ഓയിൽ തേച്ചാൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടില്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 1 ഇയർ വരെ നമ്മൾ എന്തായാലും മുടിനെ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത്രയുള്ളൂ. ബൈ ഗൈസ്.